ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയാണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും മറക്കണ്ട. അപ്പോൾ ഇതേ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. തലേന്ന് മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും റവ മാവ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഉപ്പുമാവ് ആകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ക്യാരറ്റും അങ്ങനെ ഒന്നും ഞാൻ ഇടുന്നില്ല. സാധാരണ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ക്യാരറ്റൊക്കെ ഇടാറുണ്ട്. അത് ക്യാരറ്റ് ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ ക്യാരറ്റൊന്നും ഇടുന്നില്ല. സാധാരണ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോയിലെല്ലാം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഞങ്ങൾ ഇങ്ങനെയല്ല ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു സവോള, കുറച്ച് ഇഞ്ചിയും കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ തട്ടിക്കൊടുത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയെടുത്തതും അത് ആ കൊത്തോട് കൂടി തന്നെ ഒന്ന് കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞ് അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളി വാടി വന്നപ്പോൾ കേട്ടോ. പിന്നെ ആ മാവുണ്ടല്ലോ, മാവ് എടുത്തിട്ട് നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. വറുത്ത റവപ്പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നമ്മൾ ഈ പുട്ടിനൊക്കെ മാവ് നനച്ച് വെക്കത്തില്ലേ, അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് നനച്ച് വെച്ചാൽ മതി കേട്ടോ. പുട്ടുപൊടിയൊക്കെ നനച്ച് വെക്കത്തില്ലേ, അതുപോലെ ഒന്ന് നനച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഈ തേങ്ങ പാലുണ്ടല്ലോ ഒന്ന് തിളച്ച് വരും. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മാവ് നമ്മൾ ഈ വെള്ളം തളിച്ച് വെച്ചിരിക്കുന്ന മാവ് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ തേങ്ങാപ്പാലിൽ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം പാകത്തിന്. അപ്പോൾ പിന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെ ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുഴഞ്ഞിരിക്കുകയും ചെയ്യും. എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ചില ആളുകളൊന്നും തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമാണേ. ഈ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ചേർക്കാം. നമുക്ക് കുറച്ച് ഗ്രീൻ പീസോ ക്യാരറ്റോ ഒക്കെ ചേർത്താൽ അടിപൊളിയായിരിക്കും. കുറച്ചുകൂടി കളറൊക്കെ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ കഴിക്കാൻ പഴവും ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പടം ഞാൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് പപ്പടം ഞാൻ തലേന്നൊക്കെ പൊരിച്ച് രാത്രി ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് പപ്പടം ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ പാത്തുവിന് പഴം വേണ്ട, പപ്പടം മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പപ്പടം പൊരിച്ചിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, എനിക്ക് പാല് കൊടുക്കാൻ പേടിയാണ്. കാരണം പെട്ടെന്ന് കഫക്കെട്ടുണ്ടാവുന്നത് കൊണ്ട് ചുമയൊക്കെ പെട്ടെന്ന് വരും കേട്ടോ ഈ പാല് കുടിച്ച് കഴിഞ്ഞാൽ. ചില പിള്ളേർക്കുള്ള അലർജിയാണത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പാല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പാലും കൂടെയൊക്കെ കാച്ചിയിട്ട് ഉപ്പുമാവിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആൾ ആ ഉപ്പുമാവിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് കോരി കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് ഞാൻ കൊടുത്തു. പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. അല്ലാതെ തന്നെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ പിള്ളേർ കഴിച്ചോളും. അതൊക്കെ കഴിഞ്ഞ് സ്കൂളിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് ഞാൻ ചോറ് വെക്കാൻ വേണ്ടി വെള്ളമൊക്കെ അടുപ്പിലിട്ടിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ വന്നിട്ട് അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുറ്റം അടിക്കണം, കുറച്ച് തുണികളൊക്കെ ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റുള്ള സമയമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ചക്കയൊക്കെ വീണ്ടും കള പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചക്ക കള പൊട്ടുന്ന സമയമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തിട്ടപ്പുറം രാവിലെ കഴുകുന്നത് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു കേട്ടോ. തിട്ടപ്പുറം കഴുകി നമ്മുടെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പിയും ഒക്കെ ഒന്ന് കഴുകി വെച്ചത് രാവിലെ ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ഒന്നും ആക്കി എടുത്തിട്ടില്ലായിരുന്നേ. അപ്പോൾ നല്ലതുപോലെ കരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ തിട്ട ഒന്ന് കഴുകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ പുകയറ അടിച്ചിട്ട് നല്ല കരി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. മീൻ കിട്ടിയത് ഇന്ന് വങ്കടയാണ് കേട്ടോ. ചെറിയ വങ്കടക്കുട്ടിയാണ്. ഈ മീനിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ വങ്കട എന്നാണ് പറയുന്നത്. അപ്പോൾ വങ്കട എന്ന് പറയുന്ന വേറെ മീനും ആൾക്കാർ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ മീനിന് ഞങ്ങൾ പറയുന്ന വങ്കടയെന്നാണ്. അപ്പോൾ ഞാനതങ്ങ് മുളകിട്ട് കറി വെക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചത് നമ്മുടെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റി അതിലേക്ക് പൊടികളൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ആ പൊടികൾ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷമാണ് പുളിവെള്ളവും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കറി ഒന്ന് അടുപ്പിലോട്ടാക്കിയിട്ട് വേണം എനിക്ക് മുറ്റം അടിക്കാൻ അറിയാം. മുറ്റം ആകെ കുളമായി കിടക്കുകയാണ് കേട്ടോ. വീടിന് പുറകുവശത്ത് നമുക്കൊരു കുറച്ച് മരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതായത് കാരമരം ഉണ്ടല്ലോ, കാരയ്ക്ക, ആത്തിക്ക പിടിക്കുന്നത്, ആത്തച്ചക്ക അത് പിടിക്കുന്നതും പേരയ്ക്കയും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിറയെ ഇതാണ്. പിന്നെ ഒട്ടും ഇത് ചെയ്യാത്തത് നമ്മുടെ മുരിങ്ങ ഇല വീണ് കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ടല്ലോ, മുരിങ്ങ ഇലയും കൂടെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി തീ ഇടാം. അല്ലാതെ തൂത്ത് അങ്ങ് അപ്പുറത്തോട്ട് ഇറക്കി കഴിഞ്ഞാലും കാറ്റുള്ളത് കൊണ്ട് വീണ്ടും പറന്നിങ്ങോട്ട് വരും. പിന്നെ ഇതിൽ നിന്ന് വീണ്ടും ഇല ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കത്തില്ല. അങ്ങനെ ഞാൻ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങി. നല്ല വെയിലുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് നല്ല കൊട്ട തീ പോലുള്ള വെയിലാണേ. ചെറിയ കാറ്റുള്ളത് കൊണ്ട് തന്നെ അവിടെ തീയിടാൻ ആദ്യം ഞാൻ നോക്കിയിട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ. കാരണം ഇട്ട് കൊടുക്കുമ്പോൾ അണഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പേടി, നമ്മൾ തീ ഇട്ടാലും ചിലപ്പോൾ കാറ്റുള്ളത് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തീപ്പൊരി പറന്നാലോ എന്ന് കരുതിയിട്ട് ആദ്യം ഞാൻ കത്തിച്ചില്ല. പിന്നെ കാറ്റൊന്ന് അടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും പോയി തീയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ തൂത്ത് വൃത്തിയാക്കിയിട്ട സ്ഥലം വീണ്ടും ഈ കരിയിലെല്ലാം പറന്ന് ആകെ നാശമാകും കേട്ടോ. അത്രയ്ക്ക് കുന്നോളം കരിയിലുണ്ടായിരുന്നു ആ ഭാഗത്ത്. അവിടെ തൂക്കുന്നതാണ് കേട്ടോ. പക്ഷേ മരങ്ങളുള്ളത് കൊണ്ട് പെട്ടെന്ന് കരിയില വീഴും. പിന്നെ അതേ നമ്മൾ കയറി വന്നപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതും കൂടെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി ഒന്നും ഇരിപ്പില്ല, സൈഡായിട്ടൊരു തോരനോ മെഴുക്കുരട്ടി ആക്കാനായിട്ട്. പിന്നെ പപ്പടം കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കാനാണ് കേട്ടോ. പപ്പടക്കറിയില്ലേ, മുട്ട ഒഴിച്ചിട്ട് വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം. പക്ഷേ മുട്ട ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ മുട്ട അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം അങ്ങ് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ ഒന്ന് കാച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണം. ഇതൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതൊരു ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. നമുക്ക് സ്കൂളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചിക്കൻ മസാല വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇച്ചിരി ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല വേണ്ടാത്തവർക്ക്, ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി മാത്രം ചേർത്താലും മതി. ഞാൻ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ആ ഒരു ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അതെനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു 3 പപ്പടം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പപ്പടത്തിന് ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയിട്ടൊക്കെ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും പപ്പടം ഇട്ട് കൊടുത്ത്. പപ്പടം ചെറുതായിട്ടൊന്ന് മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് മാറിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് ചില പപ്പടത്തിന് മാത്രം കേട്ടോ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പപ്പടവും തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ച് അങ്ങ് എടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ പപ്പടം താളിച്ചത് റെഡിയാണ്. പിന്നെ മുട്ട ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മുട്ട നമ്മളിതിലേക്ക് പൊട്ടിച്ചങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. പച്ച മുട്ട പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് കിടന്നിട്ട് നന്നായിട്ട് അതൊന്ന് സെറ്റായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കാപ്പിക്കൊക്കെ എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് മുട്ടയും കൂടെയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തിക്കാണ് ബെസ്റ്റ്, ചപ്പാത്തിയുടെ കൂടെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ.